ഇപ്രാവശ്യം ഞാൻ നാട്ടിലുള്ള സമയത്തായിരുന്നു എൻ്റെ തറവാട്ടിൽ ഉത്സവം ഉണ്ടായത് കേട്ടോ. 3 വർഷത്തിലൊരിക്കലുള്ള ഉത്സവമാണ്. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ടായിരുന്നു ഞാൻ ഇപ്രാവശ്യം നാട്ടിലേക്ക് പോയത്. കാട്ടാമ്പള്ളി തറവാട് എൻ്റെ പേരിന് കൂടെ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ തറവാട് എവിടെയാണെന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ മൈച്ച കേട്ടോ. മൈച്ച എന്ന തറവാട്ടിൻ്റെ പേര് ശ്രീ കാട്ടാമ്പള്ളി വലിയ വീട് തറവാട് എന്നാണ് കേട്ടോ. 2 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. 5 തെയ്യക്കോലങ്ങളും ഉണ്ടാവും. രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി, അച്ഛൻ തെയ്യം, ഗുളികൻ, ഇങ്ങനെ 5 തെയ്യങ്ങളും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ട് എന്തെന്ന് വെച്ചാൽ കുളിയൻ തെയ്യത്തിൻ്റെ അവസാനത്തെ ഒരു ചടങ്ങുണ്ട്, കോയിനിറക്കുന്നത്, അതാണ് കേട്ടോ. അപ്പോൾ മൂപ്പർ വേറൊരു പ്രത്യേകതയുണ്ട്. തറവാട്ടിന് ചുറ്റുവട്ടിലുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് വരും കേട്ടോ. അത് ആ വരുന്ന വരുത്താണ് കാണുന്നത്. ഇത് വൈകുന്നേരമാവും തിരിച്ച് വരുമ്പോൾ. കൈയെടുത്ത് മഹാദേവനെ കണ്ടപ്പോൾ പൗരാണിക കഥ പ്രകാരം ഗുളികൻ ആദിയിൽ യമനായിരുന്നല്ലോ. ഒരിക്കൽ മാർഗണ്ഡേയനെ കൊല്ലാൻ വന്നപ്പോൾ ശിവൻ ഇടപെട്ടിട്ട് കാലനെ നശിപ്പിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം കാലൻ ഗുളികൻ എന്ന രൂപത്തിൽ പുനർജനിച്ച് നാട്ടിൻപുറങ്ങളിലെ ഗ്രാമങ്ങളിലെല്ലാം ഒരു രക്ഷാധികാരിയായ ദൈവമായി മാറിയെന്നാണ് പറയപ്പെടുന്നത്. ഭക്തന്മാരെ സംരക്ഷിക്കുകയും അനീതി ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെയാണ് വിശ്വാസം. അങ്ങനെ ഈ കുളിയൻ ദൈവത്തിന് കോഴി ബലി നൽകുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ ആ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ കുളിയൻ ദൈവം കൂടുതലായിട്ട് കെട്ടിയാടുന്നത് ഈ നമ്മുടെ കാസർഗോഡ് ജില്ല ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് കേട്ടോ. തറവാട്ടിന് തൊട്ടിപ്പുറത്താണ് കുളിയൻ്റെ തറ കേട്ടോ. കുളിയൻ്റെ തറ വേറെ തന്നെയാണ്. അപ്പോൾ ഈ ചടങ്ങെല്ലാം നടക്കുന്നത് കുളിയൻ്റെ തറയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ വന്നിട്ട് നിൽക്കും. ഇത് കഴിഞ്ഞിട്ടേ ആടിയില്ല ആൾക്കാരെല്ലാം പോകും. ഈ ലാസ്റ്റ് ചടങ്ങ്, ഈ കോയിന ബലി നൽകുന്ന ഈ ചടങ്ങ് കഴിഞ്ഞിട്ടേ ഇവിടെ വന്ന ആൾക്കാരെല്ലാം പോകും. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ഓരോ നാട്ടിലെ ആചാരവും അവിടുത്തെ വിശ്വാസങ്ങളുമാണ് കേട്ടോ. അപ്പോൾ പല നാടുകളിലും പലതരത്തിലുള്ള ആചാരങ്ങളും പലതരത്തിലുള്ള വിശ്വാസങ്ങളും ഉണ്ടാകും കേട്ടോ.
ഈ വർഷത്തെ തറവാട്ടിലെ ഉത്സവം അവസാനിച്ച് ഇനി അടുത്ത ഉത്സവത്തിനായിട്ട് 3 വർഷം കാത്തിരിക്കണം, അടുത്ത മൂവാണ്ട് കളിയാട്ടത്തിന്. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാം.